സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാഡ് ഗെയിമർ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ നേരെ റാങ്കിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. കലഹാരി മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ഫയറിൻ്റെ 4th ആനിവേഴ്സറിയുടെ ഈവൻറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു പോവുകയാണ്. സോ ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. 7th ആനിവേഴ്സറിയുടെ പിന്നും കാര്യങ്ങളും എന്താ ചെയ്യാനാണ്. നമ്മൾ നേരെ വന്ന് മേസിലോട്ട് വന്നങ്ങ് ഇറങ്ങി. എന്തായാലും കലഹാരി മാപ്പല്ലേ, എന്നാൽ പിന്നെ കുറച്ച് ലൂട്ടടിച്ച് വരാമെന്നും പറഞ്ഞിട്ട് നേരെ ഓടി പോവുകയാണ്. നേരെ ഫസ്റ്റ് തന്നെ കിട്ടിയത് നമുക്ക് ഫേമസ് ലെവൽ 1 ആണ്. കൂടാതെ തന്നെ നമുക്ക് ലെവൽ 3 എന്തല്ലേ ലെവൽ 3 ബാഗ് കിട്ടി. ലൂട്ട് ബോക്സ് എടാ മോനെ, അല്ല നമ്മുടെ അടുത്താണ് ആ കളി. നമ്മൾ അടുത്ത എനിമീനെ തപ്പി പോകാൻ വേണ്ടി നോക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോരുത്തന്മാർ എന്താ നോക്കൗട്ടാവുന്നതിൻ്റെ കാണുന്നുണ്ടല്ലോ. നമുക്ക് ഭാഗ്യമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യമില്ലാത്തയാണോ കളിക്കാറിഞ്ഞിടത്താണോ ദൈവത്തിനും അറിയാം. എന്ത് ചെയ്യാനും നമുക്കളെ കൊണ്ടല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഫേമസ് മാറ്റിയിട്ട് UMP ഗണ്ണും കാര്യങ്ങളൊക്കെ തൂത്തുവാരി എന്തായാലും നല്ലൊരു ഗണ്ണും കാര്യങ്ങളൊക്കെ തപ്പി ലൂട്ട് സെറ്റാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ എനിമി എപ്പോഴാണ് വന്ന് അടിക്കണമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ലെവൽ 3 ഫേമസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നേരെ നോക്കിയപ്പോൾ AK-47 നോക്കണം. AK-47 മാഗങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നേരെ AK-47 കാര്യങ്ങളൊക്കെ തൂത്ത് വാരിയിട്ടുണ്ട്. അല്ല പിന്നെ നമ്മുടെ അടുത്താണ് ആ കളി. എന്നാൽ പിന്നെ നേരെ അടുത്ത എനിമീനെ തപ്പി പിടിക്കണമെന്ന് പറഞ്ഞ ആഗ്രഹമൊക്കെ അതിനുമ്പോൾ തന്നെ ഓരോരുത്തന്മാർ നേരെ സേഫ് സോൺ പിടിച്ച് പോകുന്നുണ്ട്. എന്തായാലും അമ്മമാർ പിഞ്ച് വെച്ച സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന പറഞ്ഞിട്ട് ഞാൻ നേരെ വെച്ച് പിടിക്കണം. എൻ്റെ കീഴിൽ കൂടെ എന്തായാലും ലൂട്ടും കാര്യങ്ങളും ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തായാലേ ലൂട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബുള്ളറ്റൊന്നും കറക്റ്റില്ല. കാരണം UMP 110 ബുള്ളറ്റേ ഉള്ളൂ. കുറച്ച് അത്യാവശ്യം കൂടെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടും. കാരണം എപ്പോഴാണ് ഓരോരുത്തന്മാർ തലയിൽ വന്ന് ചാടണമെന്ന് പറയാൻ പറ്റില്ല. ചാടുന്ന സമയത്ത് ബുള്ളറ്റ് ഇല്ലെങ്കിൽ ശുഭം. അതുകൊണ്ട് തന്നെ ലൂട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സാധനങ്ങളെല്ലാം തൂത്ത് വരികൊണ്ടിരിക്കുകയാണ്. എന്തായാലും 600 ടോക്കണും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആരെങ്കിലുമൊക്കെ തപ്പാന്നും പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം കൊണ്ട് തപ്പണം. ഒരുത്തനാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതിന് അങ്ങ് അടിക്കുകയാണ്. അതായത് എനിമി സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത്. എന്തിനാണോ എന്തോ അവനും പറഞ്ഞുകൂടാ നമുക്കും പറഞ്ഞുകൂടാ എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്നാൽ പിന്നെ നേരെ റൈഫിലോട്ട് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മതിയെ ടോപ്പിലോട്ട് പോവുകയാണ്. ടോപ്പിലോട്ട് ഫസ്റ്റ് തന്നെ അല്ല, രണ്ടാമത്തെ ഇറങ്ങി കയറി പോയിട്ടുണ്ട്. കയറാവാടി കൊണ്ടും വരും. അതൊന്നും എന്ത് ചെയ്യും, അവൻ്റെ ഇഷ്ടമല്ലേ. എന്നാൽ പിന്നെ പോട്ടെ. എന്നാൽ പിന്നെ നമ്മൾ ഫ്രീ ഫയറിൻ്റെ ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് ഈ 7th ആനിവേഴ്സറി മെലഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴയ മെലഡി അതും കാര്യങ്ങളൊക്കെ ഇട്ട് കേൾപ്പിച്ചുകൊണ്ട് പോകുന്നുള്ള പ്ലാനിൽ നൈസിനതൊക്കെ ഇട്ട് പവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തന്മാർ ലൂട്ട് തൂത്ത് വരണം. നോക്കിയപ്പോൾ ഒരു ബാറ്റ് കിടക്കുന്നുണ്ട്, അത് ഞാനും തൂത്തങ്ങ് വാരി. എന്ത് ചെയ്യാനാണ്, നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മൾ നേരെ അടുത്ത എനിമീനെ തപ്പിക്കൊണ്ട് പോവുകയാണ്. എന്താകുമെന്ത് ഇപ്പോൾ തന്നെ ഏകദേശം 34 പ്ലേയേഴ്സ് ഇനി ബാക്കിയുള്ളൂ. അതിൽ 4 പേര് എൻ്റെ ടീമാണ്. 4 പേര് എൻ്റെ ടീം. അപ്പോൾ ബാക്കി 30 എനിമീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഞാനിവിടെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരുത്ത് അവിടെ ഇരിക്കുന്നു. AK-47 സ്കോപ്പ് ചെയ്തപ്പോഴത്തേക്ക് 2 ഡോട്ട് സ്പോട്ടായി. പക്ഷേ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം AK-47 ലെവൽ 1 സ്കോപ്പാണ് നടക്കുന്നത്. ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 2 ലെവൽ 1x ആണ് കടന്നിരുന്നത്. 2x അല്ലെങ്കിൽ 4x ആയിരുന്നെങ്കിൽ സുഖമായിട്ട് പിടിക്കുമായിരുന്നു. പക്ഷേ കിട്ടിയില്ല. നമ്മളെന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ഒരുത്തനാണെങ്കിൽ എൻ്റെ കീഴിൽ കൂടെ ഗ്ലൂ വാളിട്ട് നോക്കായത് റിവൈവായിട്ട് കയറുകയും ചെയ്തു. ഗ്ലൂ വാളൊക്കെ ഇട്ട് ചെറുക്കാൻ മെഡിക്കറ്റൊക്കെ അടിച്ച് പവറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നാമത്തെ പ്ലെയർ. എന്താകുമെന്നേ ഒരു കാര്യം എപ്പോഴും പറയാം, എനിക്ക് എന്നെ മാത്രമേ അറിയാവുള്ളൂ. ബാക്കിയുള്ളവന്മാരെ എനിക്ക് അറിഞ്ഞൂടെ. റാൻഡമായിട്ട് കിട്ടിയാണ്. നേരെ നൈസിനെ ബാക്കിൽ കൂടെ പോയി അടിക്കാമെന്നുള്ള പ്ലാനിൽ നേരെ ബാക്കിൽ കൂടെ കയറാൻ വേണ്ടി നേരെ പോവാണ്. ഒന്നാമത്തെ പ്ലെയറിൻ്റെ കൂടെ അങ്ങ് കെച്ച് പിടിക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്ക് ഓരോരുത്തർ ലൂട്ടെടുക്കുന്നു. ശുഭദിനം. എനിക്ക് എല്ലാം തൂത്ത് വരിക്കൊണ്ട് ഇവിടുത്തെ ടൈം എന്തൊരു ചെറുക്കനാണോ എന്തോ. ഇവന് നേരെ ടോപ്പിൽ കയറി അടിക്കാന്നുള്ള പ്ലാനിൽ നേരെ ടോപ്പിലോട്ട് കയറുകയാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മറ്റേ ഹൂക്ക് ഗൺ ഉണ്ടായിരുന്നു. ഞാൻ നേരെ ഹൂക്ക് ഗൺ ഇട്ട് തന്നെ നേരെ അടിച്ച് കയറി നേരെ മുകളിലോട്ട് കയറി. രണ്ടാമത്തവന് നല്ല അടി ഉണ്ടായിരുന്നു. അവൻ നൈസിനെ ഇവിടെ ഒരുത്തും ഡാമേജ് കൊടുത്ത് അവൻ നേരെ വീണ്ടും ഗ്ലൂ ഇട്ട് ബാക്കിൽ അവൻ വീണ്ടും ഗ്ലൂ ഇട്ട്. എന്തിനാവും എന്തോ. എന്നാൽ പിന്നെ ഇവൻ്റെ കില്ല് തീർത്തിട്ട് തന്നെ വേറെ കാര്യമുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഹൂക്ക് ഗൺ ഇട്ട് ടോപ്പിൽ വീണ്ടും ചാടി കയറി. കയ്യിൽ നേരെ ഗ്രാനേഡ് ഇരിപ്പുണ്ടായിരുന്നു. ആ ഗ്രാനേഡ് നൈസിനെടുത്ത് ആ ഗ്ലൂ വാളിൻ്റെ അകത്തേക്ക് ഇട്ട്. അപ്പോൾ തന്നെ ഗ്ലൂ വാൾ എൻ്റെ അവിടെ ഉണ്ടായത് ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ പൊട്ടുകയും ചെയ്തു. ഞാൻ നൈസിനെ നന്നായിട്ട് കുത്തി പിടിച്ചുകൊണ്ട് നല്ല ഡാമേജ് കൊടുക്കാൻ നോക്കി. പക്ഷേ ഫസ്റ്റ് നടന്നില്ല. ഞാൻ പതിയെ ഒന്ന് കവറടിച്ച് നിന്നിട്ട് പതിയെ താഴെ ചാടി
താഴെ തുള്ളി ഇറങ്ങിയിട്ട് ഒരെണ്ണം പൊട്ടിക്കാന്നുള്ള പ്ലാനിൽ തന്നെ നേരെ അങ്ങ് ഇറങ്ങി. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് അതായത് അടി കിട്ടുന്നെങ്കിൽ കിട്ടിട്ട് ഇല്ലെങ്കിൽ ഇല്ല. നേരെ അവനെ തപ്പി ഇറങ്ങിയപ്പോൾ അവൻ ഇതിൻ്റെ അകത്ത് മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട്. നന്നായി ഡാമേജ് എടുത്ത് അവൻ്റെ വെസ്റ്റ് ആണോ ഹെൽമെറ്റാണോ അറിയാൻ എന്തായാലും അത് പൊട്ടിട്ടുണ്ട്. എന്തായാലും കുത്തി പിടിച്ച് അവൻ്റെ കില്ലങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ചെറുക്കൻ സോളോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വെറുതെ അവൻ്റെ ടീംമേറ്റിൻ്റെ ബ്രാക്കൊന്നും മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ റിവെഞ്ച് എടുക്കാനും പറ്റത്തില്ല. എന്തായാലും അവനെ കുത്തിപ്പിടിച്ച് അവൻ്റെ കില്ലും തൂത്ത് വരി അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീണ്ടും മുകളിലോട്ട് പോവാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. നമ്മൾ ഞാൻ പിന്നെ നേരെ AK-47 ആയിരുന്നു. AK-47 വെച്ച് അടുത്ത ആളെ കുത്തിപ്പിടിക്കാന്നുള്ള പ്ലാൻ തന്നെ. ആദ്യം UMP ഇട്ട് കുത്തിപ്പിടിച്ചിരുന്നു. പിന്നെ ഇനി അടുത്ത് AK-47 ഇട്ട് കുത്തിപ്പിടിക്കാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. നേരെ ചെന്നു. എന്തായാലും ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ പൊട്ടി നേരെ ചെന്ന് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ വെച്ചു. ടോപ്പിൽ കയറിയപ്പോൾ ഒരു തന്തോ പോണു. നൈസിനെ ഡാമേജ് കൊടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവൻ നേരെ എന്നെ തപ്പി വരുന്നു. ഞാൻ വിട്ടു കൊടുക്കുമോ? ഞാൻ നൈസിനെ റഷ് ചെയ്ത് ഒളിച്ച്. എനിക്കെൻ്റെ ജീവനാണല്ലോ മുഖ്യം. ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിൽ നിന്ന് കയറി പോകുന്നു. നൈസിനെ ഡാമേജ് കൊടുക്കാണ്ടി നോക്കി, കിട്ടിയില്ല. ഞാൻ പിന്നെ ബാക്ക് അടിച്ചു. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ കളിക്കറിയാവുന്ന വല്ലവന്മാരാണെങ്കിൽ തല കൊണ്ടൊക്കെ അറിഞ്ഞു വിട്ടരും. അതുകൊണ്ട് സേഫെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ നൈസിനെ ബാക്ക് അടിച്ച് വന്നു. അവൻ ഇനി അവിടെ പോയി എന്തിനാണ് കാണിക്കട്ടെന്ന് പറഞ്ഞിട്ട് നിന്നു. ഞാൻ നേരെ ഹുക്ക് ഇട്ട് നൈസിനെ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് അവൻ എനിക്ക് നല്ല ഡാമേജ് തന്നു. ഞാൻ നേരെ AK-47 കുത്തി അങ്ങ് പിടിച്ച് എന്തെങ്കിലും ആവട്ടെ, അല്ല പിന്നെ നോക്ക് ഡൗൺ അവൻ്റെ കില്ലും അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. നേരെ ഹൂക്കണ് യൂസ് ചെയ്തു. ഞാൻ നേരെ അവൻ്റെ ലൂട്ട് ബോക്സിൻ്റെ അടുത്ത് ചെന്നിറങ്ങിയിട്ടുണ്ട്. ഈയുടെ മോനെ നല്ല അടിപൊളി ലൂട്ട്. ഇതിലെല്ലാം ഗണ്ണൊന്നും കാര്യങ്ങളൊന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. അവൻ്റെ ഇരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇരിക്കുന്ന ഗണ്ണ് തന്നെയാണ് കൂടുതലും സെറ്റായിട്ടുള്ളത്. ഞാൻ നൈസിനെ എൻ്റെ വെസ്റ്റ് പൊട്ടിക്കൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന മറ്റേ ആ ഒരു നീല ക്യാൻ പൊട്ടിച്ച് സ്മോക്ക് എടുത്തിട്ട് അതിൽ കവർ ചെയ്യുന്ന വെസ്റ്റും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തു. ഞാൻ നേരെ ടോപ്പിലോട്ട് വെച്ച് പിടിക്കുകയാണ്. കാരണം ടോപ്പിൽ നിന്ന് ഒരുത്തന്മാരെ അടിക്കുന്ന സൗണ്ട് കേട്ടപ്പം ഞാൻ വിചാരിച്ചാൽ വല്ല മരം കാണുമെന്ന് പറഞ്ഞിട്ട് നേരെ ടോപ്പിലോട്ട് വന്ന് കയറി. ടോപ്പിൽ വന്ന് കയറിയപ്പോൾ എന്തായാലും ആരും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി. അവന്മാർ വെറുതെ താഴെയുള്ളവന്മാരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടോപ്പിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ഇവിടുന്ന് ലൂട്ട് ബോക്സ് ഇറങ്ങുന്നുണ്ട് പറഞ്ഞു. അതും ലൂട്ടി. ഞാൻ പിന്നെ നേരെ താഴെ ഇറങ്ങാമെന്നുള്ള പ്ലാനിൽ നേരെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ കൂടെ ഉള്ളവന്മാരെ മുകളിലോട്ട് കയറിയായിരുന്നു. അമ്മനെ എന്നാൽ പിന്നെ അമ്മയുടെ മുകളിൽ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ നേരെ മുകളിൽ പോയി എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ച് എന്തിനാണ് വെറുതെ, എന്തായാലും ആരും ഇവിടെ കാണത്തില്ല എന്നുള്ള പ്ലാനിൽ പിന്നെ ഞാൻ നേരെ അങ്ങ് താഴോട്ടിറങ്ങി. എന്തിനെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലൊക്കെ ഒന്ന് കറങ്ങാനുണ്ട്. 7th ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ഈവൻറ്റിലാണ് സംഭവം. ഒരു 7th ആനിവേഴ്സറിയുടെ എന്തൊരു ടണലോ അങ്ങനെ എന്തൊരു ഗേറ്റ് കണ്ടു. അവിടെ പോയി നിന്നാലേ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ ഒരുത്ത വന്ന് ഇറങ്ങുന്നതായിട്ട് ഒരിത് കാണിച്ചു. ഞാൻ നേരെ ടോപ്പിൽ ഹുഗൺ യൂസ് ചെയ്ത് ചെന്നപ്പോഴത്തേക്കൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഞാൻ നൈസിനെ 15 ഡാമേജും കാര്യങ്ങളും കൊടുത്തു. അപ്പോഴത്തേക്കും ഗ്ലൂ ഇട്ട് മറച്ച് ഞാൻ നൈസിനെ ബാക്കിൽ കൂടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് മെഡിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നൈസിനെ കുത്തി പിടിച്ചു. എനിക്ക് നന്നായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ തന്നു. അത്യാവശ്യം ചെറുതായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ തന്നു. എന്നാലും ഒന്നും നോക്കിയില്ല, കുത്തിപ്പിടിച്ച് കില്ലും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. UMP ആണ് ഉയിര്. നോക്കിയപ്പോൾ വെസ്റ്റും കാര്യങ്ങളും വീണ്ടും പൊട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വെസ്റ്റ് പൊട്ടിക്കണമെന്നുള്ള ശിവനെ പണി. ഞാൻ പറഞ്ഞുകൊണ്ട് നേരെ വെസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ നേരെ വെൻഡിങ് മെഷീൻ എടുത്തിട്ട് പോയി. കാരണം നമ്മുടെ 4th പ്ലെയർ ആശാൻ എവിടെ ചെന്ന് കയറി പടമായി. എന്നാൽ പിന്നെ റിവൈവ് ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് റിവൈവ് ചെയ്ത് വിട്ട് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ തൂത്ത് വരി. എനിക്ക് 4Xൻ്റെ ഈ സ്കോപ്പ് മേടിക്കേണ്ടി വരില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ ആവശ്യമില്ലാണ്ടിരുന്ന കുറേ സാധനമൊക്കെ എടുത്ത് മാറ്റി. ബാക്കിയുള്ളതെല്ലാം വേണമെന്നൊക്കെ കൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പം വലിയ ഉപയോഗമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ടും 4Xൻ്റെ സ്കോപ്പ് എനിക്ക് കിട്ടിയില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നപ്പോഴത്തേക്ക് എനിക്കെന്താ ഭാഗ്യം, സ്കാർ ലെവൽ 3 കിടക്കുന്നു. ലെവൽ 3. എന്നാൽ പിന്നെ ഇനി ഇതിട്ട് തന്നെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ 1ാമത്തെ പ്ലെയറിന് ഫ്രൂട്ട്സ് ഉണ്ട്. 1ാമത്തെയും 2ാമത്തെയും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവന് ഇവിടുന്ന് ഫുഡ് വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ട് ഞാൻ ടോപ്പിൽ കയറി. ഞാൻ വിചാരിച്ചു ടോപ്പിലായിരിക്കുമെന്നും പറഞ്ഞിട്ട് ടോപ്പിൽ കയറിയപ്പോൾ താഴെ പൊരിഞ്ഞടി. 4ാമത്തവനും വേറൊരു എനിമിയായിട്ട് പൊരിഞ്ഞടി ചെയ്യുന്നത്. പിന്നെ പതിയെ താഴെ ചാടാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നോക്കി താഴെ എടുത്തങ്ങ് ചാടി. എന്തിനാവുന്ന എന്തോ ഞാൻ നോക്കിയപ്പോൾ 4ാമത്തെ ആളും ഡൗണായി. ശുഭദ്ര എന്നാൽ പിന്നെ ബാക്കിൽ കൂടെ പോയി അടിക്കാമെന്ന് പറഞ്ഞാൽ ബാക്കിൽ കൂടെ വന്നിറങ്ങാം. ബാക്കിൽ കൂടെ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഒറ്റ ഒരുത്തനും കാണില്ല, ലൂട്ട് ബോക്സും കാണില്ല, ഒന്നും കാണുന്നില്ല. ഒരു ലൂട്ട് ബോക്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടിയിൽ കാണുമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പം ഇവിടെ അകത്തെടുത്തോണ്ട് എനിക്ക് ബാക്കിൽ നിന്നും അടി ഫ്രണ്ടിൽ നിന്നും അടി. എന്താ അങ്ങനെ ഞാൻ ഡൗണായി. ശുഭം.
ഇവിടെ ഇട്ട ഒരു സൈതാമ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് എടുത്ത് നിൽക്കുന്നത്. എൻ്റെ അമ്മ എന്തായാലും അടി നന്നായിട്ട് എനിക്ക് കിട്ടി. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വേറെ രക്ഷയില്ല. ഞാൻ സേവ് മീ എന്നൊക്കെ പറഞ്ഞു, ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞു, ഒരു രക്ഷയില്ല. ഇരുന്ന് ഇഴയക്കം തന്നെയായിരുന്നു പിന്നെ പണി. ഇഴഞ്ഞ് പതിയെ അങ്ങ് താഴെ പോയി. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ലൂട്ടാർക്കെല്ലാം കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ലൂട്ട് വേറെ ആരെങ്കിലും കൊടുക്കണത് എന്തിനാണ്? നമ്മൾ താഴെ ചാടിയത്, താഴെ വന്ന് ഇവിടെ ഇറങ്ങിയത് മാത്രമല്ല ഇത് സോണും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ലൂട്ടാർക്കും എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ തന്നെ ഞാൻ എന്തായാലും ഡൗണായി. എൻ്റെ അടുത്തൊരു പ്ലെയറിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചെന്ന ഒരു ആശയം ഇങ്ങനെ റിവൈവ് ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർ റിവൈവിലാണ്. തോമസും ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടി നേരെ വന്ന് നമ്മളെ പഴയ ലൂട്ട് ബോക്സിൻ്റെ അവിടെ വന്ന് ഇറങ്ങേണ്ടി നോക്കുകയാണ്. കാരണം പഴയ ലൂട്ട് ബോക്സിന് സോണടുത്ത് എത്താറായിട്ടേ ഉള്ളൂ. അപ്പോൾ പഴയ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് നേരെ പോയി ബാക്കി ഇനിമീനെ അടിച്ച് വീഴ്ത്താൻ പറഞ്ഞുള്ള പ്ലാനിലാണ് ചെന്നിറങ്ങിയത്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഈ സോണും വന്ന് എന്നാൽ പിന്നെ നൈസിനെ ഓടി അങ്ങ് കിട്ടും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നീ സോണിൽ പെട്ട് പഠിക്കും, അല്ലെങ്കിൽ ഓരോരുത്തന്മാർ തല നോക്കിത്തരും. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ ബൈക്ക് എടുത്തുണ്ടെങ്കിൽ യാത്രയാണെന്നും പറഞ്ഞിട്ട് നേരെ ബൈക്ക് വെച്ച് പിടിക്കണം. എൻ്റെ മണി ഒടുക്കത്തെ പവർ. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തായാലും ബാക്കിൽ നിന്നും അടിയുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ വന്ന് നേരെ വന്ന് ഇറങ്ങി ഇവിടെ ഏതെങ്കിലും ഒരുത്തന്മാരുണ്ടെങ്കിൽ അടിക്കാമെന്ന് പറഞ്ഞുള്ള പ്ലാനിലാണ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഓരോരുത്തന്മാരെ അടി കൊള്ളുന്നു, അടി കൊടുക്കുന്നു, എന്തൊക്കെയാണ് എന്തോ. എന്തായാലും തോമസിന് SMG എന്തായാലും ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 88 SMG കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും കുറച്ചും കൂടെ നല്ല ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്തായാലും ആ ഒരു ബിൽഡിങ്ങിന് തന്നെ മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു പാരഫിൽ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതും തൂത്ത് വരെ നമുക്ക് അടുത്ത കളിയും ഈ കളിയിൽ നമുക്ക് അടിച്ച് പൊളിക്കാന്നുള്ള പ്ലാനിൽ നൈസിനെ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ആ ഒരു ജനലിൽ കൂടെ എന്തായാലും പുറത്ത് ചാടി. കാരണം സൈഡിൽ നിന്നൊക്കെ അടി കിട്ടുന്ന സൗണ്ട് കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരുത്തൻ ഫ്രണ്ടിൽ ഗ്ലൂ വാൾ ഡൗൺ, നമ്മളൊരു ടീമിൽ ഡൗണായി. ഞാൻ നൈസിനെ ഇത് കൊടുത്ത് ഗ്ലൂ വാൾ ഇടാണ്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ എന്നെയും ഡൗൺ ചെയ്തു. എന്തൊരാവും തോന്നി. ലാസ്റ്റ് 17 പ്ലേയേഴ്സും കൂടെ ഉള്ളൂ. 15 പ്ലേയേഴ്സും കൂടെയാണ് ലൈവ്. അതിൽ 2 പേര് നമ്മളെ ടീംമേറ്റാണ്. ഒരുത്തൻ നൈസിനെ SVD ഇട്ട് നൈസ് ഡാമേജ് കൊടുക്കാണ്ട് നോക്കിയിട്ടൊന്നും നടക്കണില്ല. എന്തിനാണോ എന്തുമാരി കാണിക്കാണ്ടി പോകുന്നത്. എന്തായാലും ബൂയ കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇവരുടെ കളി കാണാം എന്നുള്ളതിൽ നിൽക്കുകയാണ്. എന്തായാലും മാക്സിമം 1 തവണ 2 തവണ ഞാൻ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നാട്ടിൽ ഒരുത്തിൻ്റെ 400 ഊക്കങ്ങണ്ണൻ്റെ 600 കോയിൻ ചിലപ്പുണ്ട്. അപ്പോൾ അമ്മ റിവൈവ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇരുന്നത്. പക്ഷേ റിവൈവ് ചെയ്തില്ല, ഇനിയും ചെയ്തില്ല, രണ്ടാമത്തെ പ്ലെയറിനെയും ചെയ്തില്ല. സോ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് ഊക്കങ്ങണ്ണൻ്റെ കളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരെയും സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊക്കണ്ണനും UMBയും തോമസ് അണ്ണനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലത് എത്ര വരുത്തിയാൽ കൊള്ളായിരുന്നു. എന്തായാലും ഊക്കങ്ങണ്ണൻ നൈസിനെ ഡാമേജും കാര്യങ്ങളും കൊടുത്ത് സ്പോട്ടിൽ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് മറച്ച്. ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് വീണ്ടും കയറിയിട്ട് നൈസിനെ ഡാമേജ് എടുത്തിട്ടൊന്നും അവനല്ല കില്ല് കിട്ടിയത്. പക്ഷേ മുകളിൽ നമ്മുടെ ടീമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അവൻ നൈസിനെ SVD ഇട്ട് കുത്തി കില്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. ലാസ്റ്റ് 10 പ്ലേയേഴ്സ്, അതിൽ ഒന്ന് നമ്മളെ പ്ലെയറാണ്. അല്ല, ഒരുത്തൻ ഡൗണായി, അവൻ്റെ കില്ലിപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. മറ്റേ സോണിൻ്റെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ലൈഫ് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ നമ്മളെ ടീമിനും നമ്മളെ പ്ലെയറിന് എന്തായാലും ഇവൻ്റെ കില്ല് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് കളി കണ്ടു നോക്കാം. മാക്സിമം കവറടിച്ച് നിൽക്കുവാണ്. ഇത് നോക്കിയപ്പോഴത്തേക്ക് സൈഡിലൊക്കെ നോക്കുന്നുണ്ട്. കാരണം സൈഡിൽ നിന്നുള്ളവൻ കയറി വരുന്നുണ്ടെങ്കിൽ പെട്ടുപോകും എന്നുള്ള വിശ്വാസത്തിൽ സൈഡിൽ നിന്ന് അതുകൊണ്ടാണ് കയറി വന്ന് അവനും ഒരു നല്ലൊരു ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ട് മാക്സിനെ ബാക്ക് അടിച്ച് സോണിന് പുറത്തിറങ്ങാണ്ട് നോക്കിയതാണ്. പക്ഷേ സോൺ അപ്പോഴത്തേക്ക് കയറി വന്ന അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി പിന്നെ അവൻ സോണിൻ്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ സോണിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ സോൺ പിടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. എന്തായാലും ഫ്രണ്ടിൽ നല്ല അടി നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് അവൻ സോണിന് എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ ഡൗണായി. തിമിത്രിയോസ് ഇട്ടുകൊണ്ട് അവൻ്റെ ഷോട്ട് ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ കാര്യത്തിന് തീരുമാനമാണ്. എന്തായാലും ബുദ്ധിയുള്ളവൻ. ആ ഫ്രണ്ടിൽ ഗ്ലൂ ഇട്ടിട്ടാണ് അവൻ കയറിയത്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി ഞാൻ. കാരണം ഫ്രണ്ടിലും അടി ബാക്കിലും അടി. എന്നിട്ടിങ്ങനെ അവന് നല്ലൊരു അടി കിട്ടി. ആ ബൂയും പോയി. ശുഭദിനം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും